എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു KSRTC സ്വിഫ്റ്റിൽ എങ്ങനെയാണ് ബസ് ബുക്ക് ചെയ്യുക, അത് ഭയങ്കര ബഗ്ഗി ആയിട്ടുള്ളൊരു ഇൻ്റർഫേസാണ്, എങ്ങനെയാണ് ബുക്ക് ചെയ്യുക എന്നാണ്. അപ്പോൾ ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് KSRTC സ്വിഫ്റ്റിൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതായത് KSRTCയുടെ അല്ല, KSRTC സ്വിഫ്റ്റിൻ്റെ. സോ അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇതിൻ്റെ ആപ്പ് അവൈലബിൾ ആണ്. നമുക്ക് പ്ലേ സ്റ്റോർ വഴി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയും, പ്ലേ സ്റ്റോർ വഴി ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ ഡയറക്റ്റായിട്ട് ക്രോം വഴി ബുക്ക് ചെയ്യുന്നതായിരിക്കും വളരെ ബെറ്റർ. കാരണം പ്ലേ സ്റ്റോറിൻ്റെ ആപ്പ് ഞാൻ വളരെ ബഗ്ഗി ആയിട്ടാണ് ഇത് കണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ആപ്പിൽ ബുക്ക് ചെയ്തപ്പോഴത്തേക്കും കണ്ടായിരുന്നു. ബുക്കിംഗ് ക്യാൻസലേഷൻ ആവുന്നുണ്ട്, പൈസ പോകും, ടിക്കറ്റ് വരത്തില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഡയറക്റ്റായിട്ട് ആപ്പിൽ പോയി തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ആപ്പിലേക്ക് പോവാം. ആപ്പിൽ നിങ്ങൾ വന്നതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക KSRTC സ്വിഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പം ഫസ്റ്റ് വരുന്ന നമ്മുടെ KSRTC സ്വിഫ്റ്റിൻ്റെ തന്നെ സൈറ്റാണ് വരുന്നത്. വേറെ സൈറ്റിലൊന്നും പോയി ബുക്ക് ചെയ്തേക്കല്ല്. കാരണം കുറേ ഫേക്ക് സൈറ്റ് അവൈലബിൾ ആണ്. അതിൽ പോയി കാശിടാൻ ശ്രമിക്കരുത്. കാരണം ഓൾറെഡി നമുക്ക് ഫസ്റ്റ് വരുന്ന സൈറ്റ് KSRTCയുടെ സൈറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യണതിൻ്റെ ഓപ്ഷൻ കാണും. ജസ്റ്റ് താഴോട്ട് വരിക. അതിനകത്ത് ഓൺലൈൻ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓൺലൈൻ ബുക്കിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അതിൽ ചോദിക്കും വേറൊരു സൈറ്റ്, വേറൊരു ലിങ്കിൽ വഴിയാണ് ഇത് ഓപ്പൺ ആവുന്നത്. അപ്പോൾ അതിൽ ഓക്കെ കൊടുക്കുക. അപ്പം ഇവിടെ നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസ് വന്നു. ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക എങ്ങോട്ടാണ് പോകേണ്ടത്. ഫസ്റ്റ് നമുക്ക് ട്രിവാൻഡ്രം തന്നെ ഓൾറെഡി ഉണ്ട്, ട്രിവാൻഡ്രം തന്നെ സെലക്ട് ചെയ്യാം. നമുക്ക് പിന്നെ ബാംഗ്ലൂർ ഓൾറെഡി ഉണ്ട്. ഇനി ഡേറ്റ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ഓൾറെഡി ഒരു 4 ദിവസത്തെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 29, 30, 31, 1 എന്നും പറഞ്ഞ്. നമുക്കല്ലാണ്ട് വേറെ ഡേറ്റാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ ടുഡേ എന്നുള്ള എഴുതിയിരിക്കുന്നതിൽ ഇന്നത്തെ ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ഒരു സെലക്ട് ഡേറ്റ് ഉണ്ട്. ആ സെലക്ട് ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം കലണ്ടർ ഓപ്പൺ ആവും. നിങ്ങൾക്ക് എന്നത്തേക്കാണോ ബസ് വേണ്ടത് അന്നത്തേക്കുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സൺഡേ നോക്കുവാണ്, 3rd സൺഡേ നോക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് 1 വേ ട്രിപ്പുണ്ട്, റൗണ്ട് ട്രിപ്പുണ്ട്. 1 വേ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പോകുന്നതിന്, റൗണ്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 2 വാക്ക് വരുന്നതിൻ്റെയും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 1 വേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കഴിച്ച് ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 30% ഓഫ് കിട്ടും എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതൊന്നും 30% ഓഫൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം അത് വെറുതെ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ അതേപോലെ വേറൊരു ഡിസ്കൗണ്ട് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ആ ഡിസ്കൗണ്ട് ഇപ്പം കാണുന്നില്ല. അതായത് നമ്മൾ 5 ടിക്കറ്റിൻ്റെ മേളിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 10% ഓഫ്. അതിപ്പം ഇതിൽ കാണുന്നില്ല. ആക്ച്വലി ഓഫ് കൊടുത്തിരിക്കുന്നതൊന്നും വർക്കാവത്തില്ല. നമുക്ക് നേരെ ഡേറ്റ് എല്ലാം സെലക്ട് ചെയ്ത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നെല്ലാം സെലക്ട് ചെയ്ത് ഇനി നമുക്ക് ബസ് സെർച്ചിൽ നോക്കാം. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സൺഡേ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സൺഡേ 3rd സെപ്റ്റംബറിൽ 2:30 നമ്മുടെ പുതിയ KSRTC സ്വിഫ്റ്റ് ഹൈബ്രിഡ് AC സീറ്റർ കം സ്ലീപ്പർ ബസ് അവൈലബിൾ ആണ്. അത് 1600 റേറ്റ് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2:30 എടുക്കുന്നത്. പിന്നെ അടുത്ത് 3 മണിക്കുണ്ട്, 5:30 7 മണിക്കുണ്ട്. 5:30 ഗജരാജാണ് കേരളം വഴി, അതായത് എറണാകുളം വഴി പോകുന്നത്. 7 മണിക്കുള്ളത് നാഗർകോവിൽ മധുര വഴി പോകുന്നതാണ്. റൈറ്റ് സൈഡിൽ അറൈവൽ ടൈമും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കാണാം എല്ലാം സോൾഡ് ഔട്ടാണ്. ഇതിന് 22 സീറ്റ് ബാക്കിയുണ്ട്, 29 സീറ്റ് ബാക്കിയുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു പോരായ്മ എന്തെന്ന് വെച്ചാൽ നമ്മുടെ KSRTCയുടെ സൈറ്റിലാണെങ്കിൽ നമുക്ക് ഈ ട്രിവാൻഡ്രം ഡിപ്പോ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ആ സൈഡിൽ തന്നെ ഏത് വഴിയാണ് ബസ് പോകുന്നതെന്നും കൂടി നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എനിക്കറിയാം, എനിക്കിത് ഓൾറെഡി അറിയാമെന്നുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. 2:30 ബസ് പോകുന്നത് വയനാട് മൈസൂർ വഴിയാണ് പോകുന്നത്. 3 മണിക്കുള്ള വണ്ടി പോകുന്നത് കോട്ടയം, സേലം, പാലക്കാട്, സേലം വഴിയാണ്. ഈ 3 മണിക്കുള്ള ഹൈബ്രിഡ് AC പോകുന്നത്. 5:30 ബസ് പോകുന്നത് എറണാകുളം, പാലക്കാട്, സേലം വഴിയാണ് പോകുന്നത്. 7 മണിക്കുള്ള പോകുന്നത് നാഗർകോവിൽ, മധുര, സേലം വഴിയാണ് പോകുന്നത്. എനിക്കത് അറിയാമെന്നുള്ളതുകൊണ്ട് എനിക്കത് അറിയാം ഏതിലെടുക്കണം, ഏതാണ് നല്ലത്, ഏത് വഴിയാണ് പോകുന്നതെന്ന്. പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് ഇത് ഏത് വഴിയാണ് പോകുന്നത് എന്നൊന്നും ഇതിൽ മനസ്സിലാകത്തില്ല. അപ്പോൾ അതൊരു പോരായ്മ തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ ഒറിജിനൽ KSRTC സൈറ്റിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിപ്പം ഇത് സോൾഡ് ഔട്ടാണ്. ഇതിനുണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് 3 മണിക്കുള്ള ബസ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് സീറ്റ് വേണം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ലോഡിങ് എടുക്കും, കുറച്ച് ടൈം എടുക്കും.
അപ്പം ഇതിനകത്ത് താഴത്തെ ഇതിപ്പോൾ ഇവിടെ ലോവർ ബെർത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആക്ച്വലി ഇത് ബെർത്ത് അല്ല, ഇത് സീറ്റാണ്. കാരണം സീറ്റർ കം സ്ലീപ്പറാണ്, പക്ഷേ ഇത് ലോവർ ബെർത്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഇത് സീറ്റാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ സോൾഡ് ഔട്ട് എല്ലാ സീറ്റും സോൾഡ് ഔട്ടാണ്. പിന്നെ ഇനി നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ 2 ഡബിൾ സീറ്റിംഗ് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ അപ്പർ ബെർത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെർത്ത് കാണാൻ പറ്റും, 1701 രൂപയാണ്. പക്ഷേ ഇത് സൺഡേ ആയതുകൊണ്ടും പിന്നെ ഓണത്തിൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഓണത്തിന് അവധി കഴിഞ്ഞ് ആൾക്കാർ ബാംഗ്ലൂർ പോകുന്നതിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് റേറ്റ് കൂട്ടിയിരിക്കുന്നതാണ്. ഫ്ലെക്സിബിൾ ടിക്കറ്റാണ്, അതായത് വീക്കെൻഡിൽ റേറ്റ് കൂടും, അല്ലാതെ നോർമൽ വർക്കിംഗ് ഡേയിൽ റേറ്റ് കുറവായിരിക്കും. അതിൻ്റെ ടിക്കറ്റാണ്, അതുകൊണ്ടാണ് റേറ്റ് ഇങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് കാണുന്നത്. അല്ലെങ്കിൽ നോർമലി 1300 സ്ലീപ്പറിൻ്റെ വരുന്നത്, ബെർത്തിന് വരുന്നത് 1000 രൂപയാണ്, അതായത് മീൻസ് സീറ്റിന് വരുന്നത് 1000 രൂപയാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഏത് സീറ്റാണ് വേണ്ടത് സെലക്ട് ചെയ്യാം. ഞാൻ ഈ സീറ്റ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ബോർഡിംഗ് പോയിൻ്റ് ഏതാണെന്ന് ചോദിക്കും, ട്രിവാൻഡ്രം കൊടുക്കുക. സെലക്ട് ഡ്രോപ്പ് ലൊക്കേഷൻ്റെ ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ അത് പ്രശ്നമല്ല, നിങ്ങൾക്ക് എവിടെ വേണം ഇറങ്ങാം. ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ആ ബസ് പോകുന്ന വഴിക്ക് നമുക്ക് എവിടെ വേണം ഇറങ്ങാം. അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ പാസഞ്ചർ ഡീറ്റെയിൽസ് വരും. പാസഞ്ചർ ഡീറ്റെയിൽസിൽ ഫസ്റ്റിലൊരു പേര് കൊടുക്കുക, KSRTC എന്ന് തന്നെ കൊടുക്കാം. ഏജ് വന്നിട്ട് 35 കൊടുക്കാം. മെയിൽ കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പ്രൊവൈഡ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സെലക്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ. അപ്പോൾ മൊബൈൽ നമ്പർ വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം കൊടുക്കാം. ഇത് നമുക്ക് സെലക്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കാം, പക്ഷേ വാലിഡ് മൊബൈൽ നമ്പർ അത് അപ്പോൾ തന്നെ അവർ നോക്കുന്നതാണ്, വാലിഡ് മൊബൈൽ നമ്പർ ആണോ ഇല്ലയെന്ന്, അതുകൊണ്ടാണ് അത് വരാത്തത്. ഇതിലും ഒരു ഈ ജിമെയിലും കൂടെ കൊടുക്കുക, പക്ഷേ ഇത് പ്രൊസീഡ് ആവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഓക്കെ നോക്കട്ടെ, മേജർ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും വാളറ്റ് എല്ലാം ആക്സെപ്റ്റഡ് ആണ്. ഇപ്പം നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കാം 1389 രൂപയായി, അതായത് 18 രൂപ പേയ്മെൻറ്റ് ഗേറ്റ് വേ ചാർജസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് വേണോ, ഡെബിറ്റ് കാർഡ് വേണോ, UPI ആണോ, വാളറ്റ് വേണോ എന്നെല്ലാം സെലക്ട് ചെയ്യാം. നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് അടിച്ച് കൊടുക്കുക, മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് KSRTC സ്വിഫ്റ്റിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആപ്പ് വഴി ബുക്ക് ചെയ്യാണ്ട് നിങ്ങൾ ഡയറക്റ്റ് സൈറ്റിൽ പോയി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അത് ആപ്പ് ഭയങ്കര ബഗ്ഗി ആയിട്ടുള്ളൊരു ആപ്പാണ്, അതുകൊണ്ട് അത് ഇപ്പോഴും സ്റ്റിൽ അണ്ടർ ഡെവലപ്മെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആപ്പ് വഴി ബുക്ക് ചെയ്യാണ്ട് ഡയറക്റ്റ് ക്രോം വഴി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ചെറിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വിചാരിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരു പുതിയൊരു വീഡിയോയ്ക്ക് അടുത്ത് കാണുന്നവരെയും ബൈ.